അധികം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് വിജയുടെ ജയത്തെക്കുറിച്ചിട്ടും പിന്നെ ഒന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജിനെ കുറിച്ചിട്ടുമാണ് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടന്നു, തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടന്നു. പക്ഷെ വിജയുടെ ജയമാണ് എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ചീറ്റിങ്ങിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഞാൻ പോസ്റ്റുകളിൽ നിന്നും റീൽസിൽ നിന്നുമൊക്കെ കണ്ടു. ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ ചീറ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ ഈ ചീറ്റിങ് ചെയ്തതൊരു വളരെ പബ്ലിസിറ്റി നേടുകയും അപ്പോൾ അത് ആളുകളിലുണ്ടാക്കുന്ന മെസ്സേജ് എന്താണ്, ഈ പറഞ്ഞ പോലെ ചീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നതിലൊന്നും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ കാണുന്നത്. ഒട്ടുമിക്ക ആൾക്കാരത് സെലിബ്രേറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാനതിനെ ഒട്ടും അംഗീകരിക്കാത്ത ഒരാളാണ്. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ചീറ്റിങ്ങിന് പോകുന്നത്. അത് ചീറ്റിംഗ് എന്ന് പറയുന്നൊരു ചോയ്സാണ്. അത് മാത്രമല്ല, ആ ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളത് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. അത് വേണമെന്ന് വെച്ചിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. അത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥയൊന്നും പരിഗണിക്കാത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആ സ്ത്രീ എന്തോരം വിഷമിക്കുന്നുണ്ടാവും, അതൊന്നും ആരും കണക്കിൽ പോലും എടുക്കുന്നില്ല. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ എനിക്ക് വന്ന മെസ്സേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ സെയിം കാര്യം തന്നെയാണ്, അവിഹിതം തന്നെയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന മെസ്സേജുകളും കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. കാരണം ഈ കോഴികളൊക്കെ ഇത് തന്നെ പരിപാടി. അതിപ്പോൾ സൗന്ദര്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. ചുമ്മാ ഒരു പെണ്ണിൻ്റെ ഒരു പ്രൊഫൈലാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അഡ്വക്കേറ്റാണ്, പുള്ളി ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് പേഴ്സണലി ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു, ഒരു ഡൗട്ടാണ്. അപ്പം ഞാൻ അതിനെ റിപ്ലൈ ചെയ്തു. ഞാൻ ഈ ഡൗട്ട് ചോദിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി എനിക്കിങ്ങനെ ഫോട്ടോ അയക്കാൻ തുടങ്ങി. അപ്പം ഫോട്ടോ അയക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് റിപ്ലൈ ഞാൻ കൊടുത്തല്ല, എനിക്ക് ഈ കാര്യമില്ല ഞാൻ ആലോചിച്ചിരുന്നു. ഇന്നലെ ഫോട്ടോ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 3 തലമുറ ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ എന്ന് പറയുന്നത് പുള്ളിയുടെ ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ അയക്കേണ്ട ബ്രദർ എന്ന് അൺഫോളോ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി അൺഫോളോ ചെയ്തു, ഇതിപ്പോൾ എന്തിനാ പ്രത്യേകിച്ച് പറയാതിരിക്കുന്നത്, അൺഫോളോ ഞാൻ ഭീഷണിയാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിപ്പം അൺഫോളോ ചെയ്താലും വലിയ പ്രശ്നം. നമ്മളുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെ ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ ഇതുവരെ കോഴികളൊന്നുമല്ല നമ്മളെ ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ പരിഗണനയ്ക്ക് പോലും എടുക്കത്തില്ല. എനിക്ക് കോഴികളെ പണ്ടേ ഇഷ്ടമില്ല, അൺഫോളോ ചെയ്താൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ പുള്ളി ഓൾറെഡി എൻഗേജ്ഡാണ്. അത് നല്ലൊരു മിടുക്കത്തി പെങ്കുച്ചുമായിട്ട് ഓൾറെഡി എൻഗേജ്ഡാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കേണ്ട സമയമാണ് ഈ പുള്ളി ഈ കോഴിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ എത്ര ആൾക്കാർക്ക് പുള്ളി ഫോട്ടോ അയച്ചിട്ടുണ്ടാവും, അതിൽ എത്ര പേര് തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ, അത് ഗേൾഫ്രണ്ട് ആണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചീറ്റിങ് വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ വിഷമം അനുഭവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ വിഷമം ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരായിരിക്കും ചിലർ. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു കയറുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോയാൽ പോലും നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലത്തെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങളുടെ പാർട്ട്ണറിനെ ചെക്ക് ചെയ്യണം. അത് അങ്ങനത്തെ ഒരു കാലമാണ് മുന്നോട്ട്.